ഹലോ മക്കളെ, +2 ബോർഡ് എക്സാം ഇതാ വന്നിട്ട് കഴിഞ്ഞു. ഒരുപാട് നാളത്തെ കഷ്ടപ്പാടിൻ്റെ അവസാന ഫലമാണ് ഇപ്പോൾ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി പോകുന്നത്. കേവലം 2 ദിവസം മാത്രമാണ് നമ്മുടെ +2 ബോർഡ് എക്സാമിന് വേണ്ടി ബാക്കിയുള്ളൂ. ഈ നിമിഷം ഏതൊരു വിദ്യാർത്ഥിയും അവസാന നിമിഷം എന്ന രീതിക്ക് പഠിച്ചിരിക്കേണ്ട നിർബന്ധമായ ചോദ്യങ്ങളാണ് ഈ കാണുന്ന വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. കൃത്യമായിട്ട് 2-3 ചോദ്യം കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും, യെസ് ഇത്ര ചോദ്യം പഠിക്കുമ്പോൾ നമ്മൾ പാസ്സായി കഴിഞ്ഞു. പിന്നീട് ബാക്കി എല്ലാ ക്വസ്റ്റ്യൻസ് പഠിക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും, അതേ നമ്മൾ ഡബിൾ പാസ്സായി കഴിഞ്ഞു. സോ ഡബിൾ പാസ് ആകാൻ വേണ്ടിയുള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ്, ഏതൊക്കെ ടോപ്പിക്കിൽ നിന്നാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് എക്സാമിന് നിരന്തരമായിട്ട് ചോദിക്കാറ്, എല്ലാം തന്നെ കൃത്യമായിട്ട് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. സോ നേരെ തന്നെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, എല്ലാ എക്സാമിനും നിർബന്ധമായിട്ടും 6 മാർക്കിന് ചോദിക്കേണ്ട ക്വസ്റ്റ്യൻസ്. ആ കാണുന്ന ക്വസ്റ്റ്യനില്ലാത്ത ഒരു ചോദ്യ പേപ്പർ പോലും ഉണ്ടാവില്ല. എല്ലാ വിദ്യാർത്ഥികളും നിർബന്ധമായിട്ടും ഈ കാണുന്ന ക്വസ്റ്റ്യൻ പഠിക്കണതേ ഇവിടെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. LPP ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് നിരന്തരമായിട്ട് 6 മാർക്ക് നേടിത്തരുന്ന ചോദ്യം. വളരെ സുഖമായിട്ട് എല്ലാ വിദ്യാർത്ഥികൾക്കും 6 മാർക്ക് നേടിത്തരുന്ന ഈ ചോദ്യം ഒരാൾ പോലും നഷ്ടപ്പെടുത്തരുത്. ഇപ്പോൾ തന്നെ ഈ കാണുന്ന ക്വസ്റ്റ്യൻ ഒരു വട്ടം ചെയ്ത് പഠിക്കുക. അത്ര മാത്രമായി നമുക്ക് ഈ കാണുന്ന ചാപ്റ്ററിൽ നിന്ന് 6 മാർക്കും ഉറപ്പിക്കാൻ വേണ്ടി. അടുത്ത 6 മാർക്കിലേക്ക് പോകാം. എക്സാമിന് 100% ഉറപ്പാണ് ഡിറ്റർമിനൻസിലെ അഡ്ജോയിൻറ്റും ഇൻവേഴ്സും എല്ലാം ഉള്ള ചോദ്യം. അതായത് ഈ കാണുന്ന ചോദ്യം സിസ്റ്റം ഓഫ് ഇക്വേഷൻ തരും. ഇങ്ങനെ 3 ഇക്വേഷൻ തന്നിട്ട് ഇതിൻ്റെ സൊല്യൂഷൻ എന്താണെന്ന് ചോദിക്കും. അതിൽ എക്സ് എന്താ, വൈ എന്താ, സെഡ് എന്താ. ഈ കാണുന്ന ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യുന്നതോടൊപ്പം തന്നെ ഈ ചാപ്റ്ററുള്ള എല്ലാ കോൺസെപ്റ്റും ഇതിനകത്ത് വരാണ്. വളരെ സുഖമായിട്ട് എല്ലാവർക്കും തന്നെ ഈ പറയുന്ന 6 മാർക്ക് നേടാൻ വേണ്ടി സാധിക്കും. ഓൾറെഡി നമ്മുടെ ചാനലിൽ തന്നെ ഈ കാണുന്ന ക്വസ്റ്റ്യൻ്റെ സൊല്യൂഷൻ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ എല്ലാവരും ഒരു വട്ടം ഒന്ന് കാണുക, എന്തൊക്കെയാണ് കണ്ടുപിടിക്കേണ്ടത് കൃത്യമായിട്ട് മനസ്സിലാക്കൂ. 6 മാർക്ക് വളരെ സുരക്ഷിതമായിട്ട് നമ്മുടെ കൈകളിൽ ഉറപ്പുവരുത്താൻ വേണ്ടി സാധിക്കും. പിന്നെ നിങ്ങൾ നിർബന്ധമായിട്ട് പഠിക്കേണ്ട 3D എന്നുള്ള ചാപ്റ്ററിലെ ചോദ്യം. മുമ്പ് എക്സാമിന് 7 മാർക്കിനായിരുന്നു, ഇപ്പോൾ 4 മാർക്കിന് ചോദിക്കുന്ന 3D എന്നുള്ള ചാപ്റ്റർ. വളരെ സുഖമായിട്ട് നമുക്ക് ഈ കാണുന്ന 4 മാർക്ക് നേടാൻ വേണ്ടി പറ്റും. നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും ഏത് ഭാഗത്തായിരിക്കും ഈ പറയുന്ന 4 മാർക്ക് ചോദിക്കുക. മക്കളെ, ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് എല്ലാവർക്കും ചോദ്യം കാണാൻ വേണ്ടി സാധിക്കും. ഇത്തരത്തിൽ ക്വസ്റ്റ്യൻ 2 ഇക്വേഷൻ തരും. ചിലപ്പോൾ അത് വെക്ടർ ആയിരിക്കാം, ചിലപ്പോൾ കാർട്ടീഷ്യൻ ആയിരിക്കാം. അങ്ങനെ 2 ഇക്വേഷൻ തന്നിട്ട് ഈ പറയുന്ന ഇക്വേഷൻ്റെ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ്, ലൈൻ ഇക്വേഷൻ തന്നിട്ട് അതിൻ്റെ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് എന്താണ്, ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരിക. എല്ലാവർക്കും തന്നെ ഈ കാണുന്ന ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ഫോർമുല പഠിച്ചു കഴിഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ പറ്റും. ഒരാൾ പോലും ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസിൻ്റെ ഫോർമുല പഠിക്കാതെ എക്സാം ഹാളിൽ പോകരുത്, എൻ്റെ അഭ്യർത്ഥനയാണ്. കാരണം എക്സാമിന് 4 മാർക്ക് നമുക്ക് എന്തായാലും നേടിത്തരുന്ന ഒരു ഭാഗം തന്നെയാണ് ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ്. നമ്മൾ മെട്രിക്സിലേക്ക് പോകുന്നു. എല്ലാ വിദ്യാർത്ഥികൾക്കും വളരെ സുഖമായിട്ട് മാർക്ക് നേടാൻ വേണ്ടി സാധിക്കുന്ന ചാപ്റ്റർ തന്നെയാണ് മെട്രിക്സ്. മെട്രിക്സിനകത്ത് ഒരുപാട് പഠിക്കാറുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ പറയുന്ന എല്ലാം പഠിക്കേണ്ട ആവശ്യമുണ്ടോ, ഏതാണ് ഏറ്റവും അധികം ഇമ്പോർട്ടൻറ്റ്, എക്കാലം എല്ലാവരും ചോദിക്കും. മക്കളെ, നിർബന്ധമായിട്ട് പഠിക്കേണ്ടത് ഈ ചോദ്യം, സിമെട്രിക്കിൻ്റെയും സ്ക്യൂ സിമെട്രിക്കിൻ്റെയും ചോദ്യം. ഈ കാണുന്ന ക്വസ്റ്റ്യൻ ആണ് നിങ്ങളുടെ എക്സാമിന് വരാൻ ഏറ്റവും അധികം ചാൻസ്. മെട്രിക്സിലെ വാല്യൂസ് മാറാം, പക്ഷേ കോൺസെപ്റ്റുകൾ മാറില്ല. ഇതുമല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഒരു എ എന്ന് പറഞ്ഞ മെട്രിക്സ് തരാം, ബി തരാം, AB കണ്ടുപിടിക്കാൻ, അതായത് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ. അല്ലെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെയായിരിക്കും, 2 മെട്രിക്സിൻ്റെ അഡീഷൻ തരും ഈക്വൽ ടു അടുത്ത മെട്രിക്സ്, അതായത് ഫൈൻഡ് ദി വാല്യൂ ഓഫ് എക്സ് വൈ എന്ന് പറഞ്ഞ ചോദ്യം നിങ്ങൾക്ക് എന്താണ് കാണാൻ വേണ്ടി സാധിക്കും. വളരെ സിമ്പിളായിട്ട് നിൽക്കുന്ന ഈ കാണുന്ന ക്വസ്റ്റ്യൻ എല്ലാ വിദ്യാർത്ഥികളും നിർബന്ധമായിട്ടും ആൻസർ ചെയ്യണം. എക്സാമിന് 3 മാർക്കിനാണ് പൊതുവെ ഈ കാണുന്ന ചോദ്യം ചോദിക്കാറ്. ഇപ്പോൾ തന്നെ മനസ്സിലായി കാണും, ആദ്യത്തെ 2 ക്വസ്റ്റ്യൻ 12 മാർക്ക്, പിന്നെയുള്ളത് നമുക്ക് മനസ്സിലായ മക്കളെ 7 മാർക്ക്, 19 മാർക്ക് ഈ പറയുന്ന 4 ക്വസ്റ്റ്യൻ പഠിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതെ, നമ്മൾ പാസ്സായി കഴിഞ്ഞു. നമുക്കിനി ഡബിൾ പാസിലേക്ക് ഏതെല്ലാം ചോദ്യങ്ങൾ പഠിക്കണമെന്ന് കൃത്യമായിട്ട് പരിശോധിക്കാം. വളരെ എളുപ്പത്തിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന അടുത്തൊരു ഭാഗമുണ്ട്. പക്ഷെ എല്ലാവർക്കും എന്താണെന്ന് എനിക്കറിയില്ല, പേടിയാണ് കാണുന്ന ഭാഗം, കണ്ടിന്യൂറ്റി. മക്കളെ, എക്സാമിന് ഒരു ചോദ്യം ഉണ്ടാകും, അത് ഇത്തരത്തിലായിരിക്കും. എന്താ, എയും ബിയുടെയും വാല്യൂ കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ കെയുടെ വാല്യൂ കണ്ടുപിടിക്കുക ഇഫ് ദി ഫംഗ്ഷൻ ഇസ് കണ്ടിന്യൂസ്. അതുമല്ലെങ്കിൽ മാക്സിമം ചോദിക്കുന്ന അറിയോ, ഫംഗ്ഷൻ തരും, ഇങ്ങനെ സ്പ്ലിറ്റിംഗ് ഫംഗ്ഷനിൽ ഇതേപോലെ തരും, എന്നിട്ട് ചോദിക്കും എൻ്റെ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണോ ആ കാണുന്ന പോയിന്റിൽ. അപ്പോൾ ഇത്തരത്തിൽ ചോദ്യം എന്തായാലും എക്സാമിന് ഉണ്ടാകും. ആ കാണുന്ന ക്വസ്റ്റ്യൻ്റെ മാർക്ക് എന്ന് പറയുന്നത് 3 മാർക്കായിരിക്കും. വളരെ കൂളായിട്ട് നമുക്ക് ഈ കാണുന്ന 3 മാർക്കും നമ്മുടെ പോക്കറ്റിൽ ആക്കാൻ വേണ്ടി സാധിക്കും. അടുത്തൊരു ഈസി ചാപ്റ്ററാണ് നമുക്കെന്ത്, ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ്. ചിലപ്പോൾ ചില സമയത്ത് 1-2 ക്വസ്റ്റ്യൻസ് ഡിഫിക്കൽട്ട് ആകാറുണ്ട്, ഞാൻ തുറന്ന് പറയുന്നത് ഓപ്പൺലി. പക്ഷെ എന്നാൽ തന്നെയും നിർബന്ധമായിട്ട് നിങ്ങൾ പഠിക്കേണ്ടത് സൈനിൻ്റെ ഒക്കെ വാല്യൂസാണ്. അത് പഠിക്കാൻ ആവശ്യമില്ല. എന്താ കാരണം എന്നറിയോ, എല്ലാം തന്നെ നിങ്ങളുടെ കാൽക്കുലേറ്റേഴ്സിലുണ്ട്. അതായത് സൈൻ ഇൻവേഴ്സ് ഓഫ് 1/2 അത് π/6 ആണെന്നാണ് നിങ്ങളുടെ കാൽക്കുലേറ്റർ അടിച്ചാൽ മതി. പക്ഷേ റേഡിയൻ മെഷറും ഡിഗ്രി മെഷറും എല്ലാവരും ശ്രദ്ധിക്കണം. കാൽക്കുലേറ്റർ എന്താണ്, റേഡിയൻ മെഷറും ഉണ്ട്, ഡിഗ്രി മെഷറും ഉണ്ട്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചു വേണം അത് ചെയ്യാനായിട്ട്. നമുക്ക് എന്താണ് ആവശ്യം, നമുക്ക് ആവശ്യം റേഡിയൻ മെഷറാണ്. അതായത് സൈൻ ഇൻവേഴ്സ് 1/2 എഴുതണം, π/6 ആണ് വാല്യൂ വരുന്നത്. അപ്പോൾ ഇത്തരത്തിൽ വളരെ സുഖമായിട്ട് ചോദ്യങ്ങൾ നമ്മുടെ ഈ കാണുന്ന ചാപ്റ്ററിൽ നിന്ന് വരും. ഈ കാണുന്ന ചോദ്യം എല്ലാവരും നോട്ട് ചെയ്യേണ്ടതാണ്. ഇതിന് പുറമെ ഇവിടുത്തെ ഒരു ക്ലാസിക് ക്വസ്റ്റ്യൻ തന്നെയാണ് ഇത് രണ്ടാമത് കാണുന്നത്, കോസ് ഇൻവേഴ്സ് ഓഫ് കോസ് 7π/6. ഇങ്ങനെ കാണുമ്പോൾ എല്ലാവരും കോസ് ഇൻവേഴ്സ് ഓഫ് കോസ് എക്സ് ആണെന്ന് എഴുതല്ലോ, അതായത് ഉത്തരം എഴുതും 7π/6. അതാണ് ട്രാപ്പ്. കോസ് ഇൻവേഴ്സിൻ്റെ റേഞ്ച് എന്ന് പറഞ്ഞാൽ അത് 0 to π ആണെന്നും 7π/6 0 to π ഇല്ല എന്നും
കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് ഇവനൊരു മാറ്റം വരുത്തി വേണം എല്ലാവരും ചെയ്യാനായിട്ട്. കൃത്യമായിട്ട് ക്ലാസ്സിനകത്ത് നമ്മൾ വർക്കൗട്ട് ചെയ്ത പ്രോബ്ലം തന്നെയാണ് ഇതെല്ലാം തന്നെ. എല്ലാവരും നിർബന്ധമായി പഠിക്കണം. ഇങ്ങനത്തെ 2 ചോദ്യം പഠിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് 3 മാർക്ക് ഈ ചാപ്റ്ററിൽ നിന്ന് ഉറപ്പുവരുത്താൻ സാധിക്കും. ഇതിന് പുറമെ ചില ചോദിക്കും സിംപ്ലസ്റ്റ് ഫോമിലേക്ക് മാറ്റി ചെയ്യണ്ടേ, ആ ചോദ്യം ആവശ്യമില്ലെന്ന് ഓർക്കുക. എണ്ണം പറഞ്ഞ 2-3 ക്വസ്റ്റ്യൻ മാത്രമേ നമുക്ക് ഈ കാണുന്ന ഭാഗത്ത് നിന്ന് മുഴുവൻ മാർക്കും ഉറപ്പിക്കാൻ വേണ്ടി. ഫോർ എക്സാമ്പിൾ ക്വസ്റ്റ്യൻ ഞാൻ പറയാം. tan inverse of root of 1 plus x square minus 1 whole divided by x, അല്ലെങ്കിൽ tan inverse of cos x minus sin x divided by cos x plus sin x. ഇത്തരത്തിലുള്ള 2-3 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഷായ് സാർ കൃത്യമായിട്ട് ക്ലാസ്സിനകത്ത് ഡീൽ ചെയ്ത ക്വസ്റ്റ്യൻസ് മാത്രം പഠിച്ചാൽ മതി, നമുക്ക് ഇൻവേഴ്സ് ട്രിഗണോമെട്രിയിലെ എല്ലാ മാർക്കും ഉറപ്പിക്കാൻ വേണ്ടി സാധിക്കും. ഇപ്പോൾ സ്കോപ്പ് ഏറ്റവും അധികം ഈ പറയുന്ന 2 ചോദ്യങ്ങൾക്ക് മാത്രമാണ് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അടുത്തതായിട്ടുള്ള നമുക്ക് റിലേഷൻ ഫംഗ്ഷനിലേക്ക് പോകാം. ഈ കാണുന്ന ചാപ്റ്ററിൽ നിർബന്ധമായിട്ട് ചോദ്യമുണ്ട്, അതില്ലാത്ത ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവില്ല. ആ ചോദ്യം ഇതാണ്. ഒരു റിലേഷൻ തരും. ഈ കാണുന്ന റിലേഷൻ റിഫ്ലക്സീവ് ആണോ, സിമെട്രിക് ആണോ, ട്രാൻസിറ്റീവ് ആണോ? ഷുവർ ഷോട്ട് 100% ഉണ്ടാവും. 100% നിങ്ങൾ എക്സാമിന് ചോദിക്കുന്ന ചോദ്യമാണ്. ചിലപ്പോൾ 1 മാർക്ക് ആവാം, ചിലപ്പോൾ 2 മാർക്ക് ആവാം. അങ്ങനെ മാർക്ക് വേരി ചെയ്യാം, അതൊരു പോയിന്റാണ്. പക്ഷേ എക്സാമിന് എന്തായാലും ഉണ്ടാകുന്ന ചോദ്യം എന്ന രീതിക്ക് എല്ലാവരും നിർബന്ധമായിട്ടും എന്താണ് റിഫ്ലക്സീവ് എന്നും എന്താണ് സിമെട്രിക് എന്നും എന്താണ് ട്രാൻസിറ്റീവ് എന്നും പഠിച്ചിരിക്കണം. ഒരാൾ പോലും അത് പഠിക്കാതെ എക്സാമിന് പോകാൻ വേണ്ടി പാടില്ല. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്താണ് ഇവിടെ ഒരു ലീനിയർ ഫംഗ്ഷന്റെ ഒരു ഇക്വേഷൻ കാണാൻ പറ്റും. ഈ കാണുന്നവൻ 1 ആണോ, 2 ആണോ? ഈ ടൈപ്പ് ചോദ്യം എക്സാമിന് ഉണ്ടാവാനുള്ള ചാൻസ് വളരെ 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 കൂടുതലാണ്. എക്കാലവും പ്രിയപ്പെട്ടത് എക്സാമിനർക്ക് ലീനിയർ തന്നെയാണ്. ക്വസ്റ്റ്യൻ പേപ്പറിനെ പാറ്റേൺ പരിശോധിച്ച് കഴിഞ്ഞാൽ ഇത്തരത്തിലൊരു ലീനിയർ ഇക്വേഷനാണ് നമുക്ക് എക്കാലവും കാണാൻ വേണ്ടി സാധിക്കുക. അതുകൊണ്ട് ലീനിയറിന്റെ 1-1ഉം 2ഉം പ്രൂവ് ചെയ്യുന്നത് എല്ലാവരും മനസ്സിലാക്കി വെക്കുക. അതല്ലെങ്കിൽ ചിലപ്പോൾ മാക്സിമം കയറി വരുന്നത് എക്സ് ക്യൂബാണ്. എക്സ് ക്യൂബ് എന്താണെന്ന് നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി അറിയാം. നമ്മൾ ക്ലാസ്സിൽ എന്താണ് ഡിസ്കസ് ചെയ്തത് ആ കാണുന്ന ക്വസ്റ്റ്യൻസ് പഠിച്ചുകൊണ്ട് മാത്രം പോയാൽ മതി. നമുക്ക് ഈ കാണുന്ന ചാപ്റ്ററിലുള്ള 7 മാർക്കും വളരെ സുഖമായിട്ട് ഉറപ്പുവരുത്താൻ വേണ്ടി സാധിക്കും. ഓക്കെ, നമ്മളിതാ ഡിഫറൻസിയേഷനിലേക്ക് പോകുന്നു. 5ാമത്തെ പാഠം ബാക്കി. ഈ പറയുന്ന ഡിഫറൻസിയേഷനിൽ ഒരു സിമ്പിൾ ഡിഫറൻസിയേഷൻ ഇപ്പോൾ നിലവിലത്തെ പാറ്റേണിൽ മസ്റ്റാ. കഴിഞ്ഞ കൊല്ലം എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ചോദിച്ചത് കോസ് ഓഫ് റൂട്ട് എക്സാ, ഇക്കൊല്ലം മോഡൽ ചോദിച്ചത് റൂട്ട് ഓഫ് സൈൻ എക്സാ. അപ്പോൾ ഇത്തരത്തിൽ ഒരു സിമ്പിൾ ഡിഫറൻസിയേഷൻ ക്വസ്റ്റ്യൻ എന്തായാലും എക്സാമിന് ഉണ്ടാകും. ഇതിന് പുറമെ ഒരു ചോദ്യം, അത് പൊതുവെ ഉണ്ടാവാറ് ലോഗരിതമിക് ഡിഫറൻസിയേഷൻ എന്ന ടോപ്പിക് എന്നാണ്. അതായത് എക്സ് റൈസ് ടു എക്സോ, എക്സ് റൈസ് സൈൻ എക്സോ, ഇതാണ് ചോദിക്കാം. മറ്റൊരു ചോദ്യം എന്ന് പറഞ്ഞാൽ അത് പാരാമെട്രിക് ഡിഫറൻസിയേഷൻ ആണ് കറണ്ട് ട്രെൻഡ്. അതായത് നിങ്ങൾക്ക് അറിയാമായിരിക്കും എക്സ് ഈക്വൽ ടു ഒരു ഫംഗ്ഷൻ, വൈ ഈക്വൽ ടു മറ്റൊരു ഫംഗ്ഷൻ, അങ്ങനെയാണെങ്കിൽ എന്താണ് dy/dx, ഇങ്ങനെ ചോദ്യം ഉണ്ടാകും. അപ്പോൾ ഇത്തരത്തിലുള്ള ചോദ്യങ്ങളാണ് പൊതുവെ എക്സാമിന് ഉണ്ടാവാറ്. ഈ കാണുന്ന ക്വസ്റ്റൻസ് പഠിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് എന്താണ് 6 മാർക്കാണ് ലഭിക്കുക. വളരെ സുഖമായിട്ട് 6 മാർക്ക് നേടാൻ വേണ്ടി സാധിക്കുന്ന ഭാഗമാണ് ഡിഫറൻസിയേഷൻ. ഒറ്റ പറയട്ടെ, ചിലപ്പോൾ വഴിമാറി കുഞ്ഞാട് വരാം. ഈ കാണുന്ന ക്വസ്റ്റ്യൻ x² + y² + xy = 100, അതായത് ഇംപ്ലിസിറ്റ് ഡിഫറൻസിയേഷൻ. ഇംപ്ലിസിറ്റിന് ശേഷം ഈ കാണുന്ന ചാപ്റ്ററിലെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഭാഗം തന്നെയാണ് സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ്. ഇതിനകത്ത് ഈ ഒരു ചോദ്യം ഹൈലി ഇമ്പോർട്ടൻ്റ് ആണ്. ഇങ്ങനെ നമുക്ക് y = tan inverse of x whole square എന്ന് പറയും. എന്നിട്ട് ഒരു വലിയ പ്രൂവ് ഉണ്ടാവും. വളരെ സുഖമായിട്ട് എല്ലാവർക്കും ചെയ്യാൻ വേണ്ടി സാധിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെയായിരിക്കും ഇത്. പണ്ടൊക്കെ തന്നെ നിരന്തരമായിട്ട് എക്സാമിന് ചോദിക്കുന്ന ചോദ്യവും സെക്കൻഡ് ടൈം എക്സാമിനും മോഡൽ എക്സാമിനും മെയിൻ എക്സാമിനും എല്ലാം ഈ കാണുന്ന ചോദ്യം ഒരുപാട് തവണ ആവർത്തിച്ച് വന്നതുമാണ്. അതുകൊണ്ട് എല്ലാ വിദ്യാർത്ഥികളും ഈ കാണുന്ന ക്വസ്റ്റ്യനിൽ ഒരു നോട്ട് ചെയ്യുക. അടുത്ത പാഠമായിട്ടുള്ള ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്സ് എന്ന ചാപ്റ്ററിൽ പോകാം. ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്സിൽ എല്ലാ വിദ്യാർത്ഥികളും നിർബന്ധമായി പഠിക്കേണ്ട ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ അത് ഇൻക്രീസിങ്ങിൻ്റെയും ഡിക്രീസിങ്ങിൻ്റെയാണ്. ചോദ്യം കണ്ടോ, ഒരു പോളിനോമിയൽ തരും, എന്നിട്ട് ചോദിക്കും ഏത് ഇൻ്റർവെല്ലാണ് എൻ്റെ ഫംഗ്ഷൻ ഇൻക്രീസിങ്, ഏത് ഇൻ്റർവെല്ലാണ് എൻ്റെ ഫംഗ്ഷൻ ഡിക്രീസിങ്. ഇത്തരത്തിൽ ഒരു ചോദ്യം മസ്റ്റായിട്ട് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാകും. ഇത്തവണ മോഡൽ ഉണ്ടായിരുന്നത് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ തന്നെയാണ്, പക്ഷേ അത് ഗ്രാഫിക്കലായിരുന്നു. ആ കാണുന്ന ഗ്രാഫിക്കൽ ക്വസ്റ്റ്യൻ നമുക്ക് വളരെ സുഖമായിട്ട് തന്നെ അൾജിബ്രയ്ക്ക് മാറ്റി ആൻസർ ചെയ്യാൻ വേണ്ടി സാധിക്കും. ആ കാണുന്ന എല്ലാ സൊല്യൂഷനും ക്ലാസ്സിനകത്തും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ ഇത്ര മാത്രമേ നമുക്ക് എന്ത് ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്സിൽ 7 മാർക്കിലെ 4 മാർക്ക് ഉറപ്പുവരുത്താൻ വേണ്ടി. ബാക്കിയുള്ള 3 മാർക്ക് നമുക്ക് ചിലപ്പോൾ വരുന്നത് മാക്സിമം അല്ലെങ്കിൽ എക്കാലവും വരുന്ന റേറ്റ് ഓഫ് ചേഞ്ച്. റേറ്റ് ഓഫ് ചേഞ്ചും വളരെ പ്രിയപ്പെട്ട ക്വസ്റ്റ്യൻ തന്നെയാണ് നമ്മുടെ എക്സാമിനർക്ക്. സോ അതുകൊണ്ട് റേറ്റ് ഓഫ് ചേഞ്ച് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാകാനുള്ള ചാൻസും വളരെ 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 കൂടുതലാണ്. അതെല്ലാ വിദ്യാർത്ഥികൾക്കും വളരെ സുഖമായിട്ട് തന്നെ ആൻസർ ചെയ്യാൻ വേണ്ടി സാധിക്കുന്ന ഒരു ചോദ്യം തന്നെയായിരിക്കും. ഇനി വളരെ എളുപ്പത്തിൽ മാർക്ക് അടിക്കാൻ പറ്റുന്ന ചാപ്റ്റർ ഉണ്ട്, ആപ്ലിക്കേഷൻ ഓഫ് ഇൻ്റഗ്രൽസ്. ഇൻ്റഗ്രൽസ് കേൾക്കുമ്പോൾ എല്ലാവർക്കും ചിലപ്പോൾ പേടിയായിരിക്കാം. നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ ഒരു കാര്യം പറയട്ടെ, തൽക്കാലം അത് മാറ്റിവെക്കാം, എക്സാമിന് തലേദിവസമാണ്. വളരെ സുഖമായിട്ട് ആപ്ലിക്കേഷൻ ഓഫ് ഇൻ്റഗ്രൽസിലെ ഒരു ചോദ്യം പഠിച്ച് നമുക്ക് ഫുൾ മാർക്ക് നേടാൻ പറ്റും. പക്ഷേ ഒറ്റ കാര്യം കൂടിയുണ്ട്, ഇൻ്റഗ്രൽസിലെ ഒരു ഫോർമുല അറിയണം. ഇൻ്റഗ്രൽ ഓഫ് റൂട്ട് ഓഫ് a² - x², ഈ കാണുന്ന ഫോർമുല. ഈ കാണുന്ന ഫോർമുല എന്താണെന്ന് എല്ലാവരും മനസ്സിലാക്കണം. x/2 റൂട്ട് ഓഫ് a² - x² + a²/2 sin inverse x/a. ഈ കാണുന്ന ഫോർമുല അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിർബന്ധമായിട്ട് അല്ലെങ്കിൽ വളരെ സുഖമായിട്ട് തന്നെ എക്സാമിന് 4 മാർക്ക് നേടിത്തരുന്ന ചോദ്യം, അതായത് ഫൈൻഡ് ദി ഏരിയ ഓഫ് സർക്കിൾ x² + y² = a².
അല്ലെങ്കിൽ ഫൈൻഡ് ദ ഏരിയ ഓഫ് എലിപ്സ് x²/25 + y² = 1. ഇത്തരത്തിലൊരു ക്വസ്റ്റ്യൻ ആണ് എന്തായാലും നിങ്ങൾ എക്സാമിന് ചോദിക്കാൻ വേണ്ടി പോവുക. അപ്പോൾ എല്ലാവരും നിർബന്ധമായിട്ടും ഈ കാണുന്ന ഫോമിൽ പിടിക്കുക. വളരെ സുഖമായിട്ട് തന്നെ ആപ്ലിക്കേഷനിലെ 4 മാർക്ക് ഉറപ്പുവരുത്തും. ഇത്ര ദിവസം പഠിക്കുമ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായി കാണും, വളരെ സുഖമായിട്ട് നമ്മൾ ഡബിൾ പാസ് എന്ന് പറയുന്ന ആ ഒരു മാർക്കിൻ്റെ മേലെ എത്തിക്കഴിഞ്ഞു. ഇതിന് പുറമെ എന്ത് പഠിക്കണം? വെക്ടർ ചാപ്റ്റർ ഉണ്ട്, ആ കാണുന്ന വെക്ടറിൽ ഏത് പഠിക്കണം? മക്കളെ, എന്തായാലും എക്സാമിന് ചോദിക്കുന്ന ഒരു ഭാഗമാണ്. എ വെക്ടറും ബി വെക്ടറും തരും. അങ്ങനെയാണെങ്കിൽ പാരലോഗ്രാമിൻ്റെ ഏരിയ കണ്ടുപിടിക്കുക. ജസ്റ്റ് ക്രോസ് പ്രൊഡക്റ്റ്. ഈ കാണുന്ന ക്രോസ് കാണുന്നതിനായിട്ട് എക്സാമിന് നമുക്ക് വളരെ സുഖമായിട്ട് 3-4 മാർക്കിന് ഒരു ചോദ്യം ഉണ്ടാകും. ആ കാണുന്ന ക്വസ്റ്റ്യൻ എല്ലാവരും ചെയ്യണം. ഫൈൻഡ് ദി ഏരിയ ഓഫ് പാരലോഗ്രാം. വളരെ കൂളായിട്ട് ഈ കാണുന്ന 4 മാർക്ക് ഉറപ്പുവരുത്തുമ്പോൾ ഡബിൾ പാസിൻ്റെ മേലെ എല്ലാവർക്കും മാർക്ക് ലഭിക്കുന്നതായിരിക്കും. ബാക്കി എല്ലാ ടോപ്പിക്കും കവർ ചെയ്യുന്നതിന് വേണ്ടി ഒരു ലാസ്റ്റ് മിനിറ്റ് റിവിഷൻ എന്ന രീതിക്ക് സൈലത്തിൻ്റെ എൻ്റെ മാത്സ് ടീം നാളെ വൈകുന്നേരം കൃത്യം 3 മണിക്ക് വരുന്നുണ്ട് കലാശക്കുട്ടുമായി. ആൻഡ് അവസാനമായിട്ട് ഒരു സൂപ്പർ 60യുമായിട്ട് മറ്റന്നാൾ വൈകുന്നേരം കൃത്യം 5 മണിക്ക് സൈലത്തിൻ്റെ എൻ്റെ മാത്സ് ടീം വീണ്ടും നിങ്ങളിലേക്ക് വരും. ഈ കാണുന്ന 2 ലൈവാണ് നിങ്ങൾ ഈ നിമിഷം അവസാനമായി കണ്ടിരിക്കേണ്ടത്. ലാസ്റ്റ് മിനിറ്റ് റിവിഷൻ നമുക്ക് എക്സാമിന് അത്രമേൽ ഉപകാരമായിരിക്കും. അവസാന നിമിഷം കാണുന്ന ചോദ്യങ്ങൾ നമുക്ക് മൈൻഡിൽ വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കും. ഈ കാണുന്ന ക്വസ്റ്റ്യൻസ് തന്നെയായിരിക്കും നമ്മുടെ എക്സാമിന് ഉണ്ടാവുന്ന കാര്യത്തിൽ യാതൊരു സംശയം ഉണ്ടാവില്ല. നമുക്കിനി കലാശക്കൂട്ടിലും അതുപോലെ തന്നെ സൂപ്പർ 60 കണ്ടുമുട്ടാം. ടിൽ ബൈ ഓൾ. താങ്ക് യു ആൻഡ് സൈനിങ് ഓഫ് അഫ്നാസ് ഫ്രം സൈലം ലേണിംഗ്.